ഹേ വാട്ട്സപ്പ് ഗൈസ്, ഇറ്റ്സ് മീ നസ് വ്ളോഗ്സ് മച്ചന്മാർ. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ AC ഫിൽറ്റർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇത് അധികം ആൾക്കാർ യൂട്യൂബിൽ ഇട്ടതായിട്ട് കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ AC ഫിൽറ്റർ നമ്മൾ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. ഈ AC ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഔട്ടിൽ നിന്ന് എടുക്കുന്ന പൊടിയും കാര്യങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാൻ, അതായത് നമ്മൾ AC-ൻ്റെ ഉള്ളിലേക്ക്, നമ്മളെ കാറിൻ്റെ ഉള്ളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഇത് മാറ്റാൻ ടൂൾസ് ഒന്നും വേണ്ട, നമുക്ക് തന്നെ മാറ്റാവുന്നതേ ഉള്ളൂ. ഈ ഒരു സംഗതി ഇതേപോലെ ഊരിയെടുക്കുക, നമ്മുടെ ഡാഷ്ബോർഡ് ഇതേപോലെ അങ്ങോട്ട് ഊരിയെടുക്കുക. ലേശം ഒരു ടൈറ്റ് ഉണ്ടാവും, മസിൽ പിടിച്ച് ഇങ്ങ് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങ് പോരാനേ ഉള്ളൂ. അപ്പോൾ ഇതും മാറ്റാനുള്ളത് ഇതുപോലെ അങ്ങ് ഊരിയെടുക്കുക. അപ്പം ഇങ്ങോട്ട് പോരാനുള്ള മേൽഭാഗം ഊരി കഴിഞ്ഞാൽ അങ്ങോട്ട് പോരും. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ടാണ് എയർ ഫിൽറ്റർ നമ്മുടെ AC ഫിൽറ്റർ വരുന്നത്. ഇത് കണ്ടില്ല, ഈ ഒരു നമുക്ക് ടൂൾസ് ഒന്നും വേണ്ട, കൈ മതി. ഇങ്ങനെ അങ്ങോട്ട് ക്ലിപ്പ് ചെയ്ത് വെച്ചായിരിക്കും, ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോരും. ഇത്രേ പണിയുള്ളൂ. 2 സൈഡ് ഉണ്ടാവും. ഇതിപ്പോൾ ഒരു സൈഡ് ഒരുപ്പോൾ തന്നെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുണ്ടാവില്ല. ഇതാണ് സംഗതി. ഇതിൻ്റെ ഉള്ളിൽ നിറയെ പൊടികൾ കണ്ടില്ലേ. അപ്പോൾ അതാ ഈ ഒരു ഭാഗം തിരിഞ്ഞു നോക്കിയാൽ ഇവിടെയും പൊടിയായിട്ട് കാണാം. അപ്പോൾ ഇത് കുറേ കഴിയുമ്പോഴേക്ക് AC-ൻ്റെ ഉള്ളിലേക്ക് ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ആ AC-ൻ്റെ കൂടെ നമ്മളെ ഉള്ളിലേക്ക് ഇപ്പോൾ പൊടി കയറാൻ, നമുക്ക് അലർജി ഇഷ്യൂസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മാറ്റുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, പുതിയതും പഴയതും നമ്മൾ വ്യത്യാസം. അപ്പോൾ ഇടയ്ക്കത് മാറ്റുന്നത് നല്ലതാണ്. മാറ്റാൻ AC-ൻ്റെ അവിടെ ഒന്ന് കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് മാറാനുള്ളതേ ഉള്ളൂ. അപ്പം അത് ഇതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഇടുക. അതിൻ്റെ ഇടയിൽ ഒരു വയർ കുടുങ്ങി കിടക്കണം. അപ്പം അതേപോലെ തന്നെ മടങ്ങൊന്നും ചെയ്യരുത്, ഉള്ളിൽ മടങ്ങാനൊന്നും പാടില്ല. കറക്റ്റ് കവർ ചെയ്ത് ഉള്ളിലേക്ക് ഇടുക. അപ്പം കറക്റ്റ് അതേപോലെ നമ്മൾ എടുത്ത പോലെ കറക്റ്റ് ചെയ്യുക. പിന്നെ നമ്മളെ ബോക്സ് ഇതേപോലെ തന്നെ ഫിറ്റ് ചെയ്യുക. 1 മിനിറ്റ് ലെവൽ ചെയ്തിടണം ആദ്യം. അതാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, സംഗതി ഇതാ സെറ്റാക്കി വെച്ചേക്കുന്നുണ്ട്. ഇനി വേണ്ടിയിട്ട് ബോക്സ് ഇടുക എന്നുള്ളതാണ്. അപ്പം അതും ഇതേപോലെ തന്നെ നമ്മൾ വെക്കുക. ഇത് കറക്റ്റ് ചെയ്ത് വെക്കുക. അതങ്ങ് പ്രസ് ചെയ്താൽ അത് കുടുങ്ങും. വെക്കുക, ജസ്റ്റ് അങ്ങോട്ട് പ്രസ് ചെയ്യുക. നമ്മൾ ഈ ഒരു ഡാഷ് ബോക്സ് ഇടുക.